നമസ്കാരം. എജുവേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 അക്ഷരകൈരളി പരീക്ഷാ പതിപ്പിൽ നിന്നുള്ള ഇംഗ്ലീഷ് മാതൃകാ ചോദ്യപേപ്പർ വിശകലനം രണ്ടാം ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാം ഭാഗത്തിന്റെ ലിങ്കും കൂടാതെ മുൻവർഷ ചോദ്യപേപ്പർ വിശകലനത്തിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടി കാണുക. അതുപോലെ വരും ദിവസങ്ങളിൽ മറ്റു വിഷയങ്ങളുടെയും മാതൃകാ ചോദ്യപേപ്പർ വിശകലനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ചോദ്യപേപ്പർ നോക്കാം. 15 ചോദ്യങ്ങൾ ഒന്നാം ഭാഗത്തിൽ വിശദീകരിച്ചതാണ്. അതിന്റെ തുടർച്ചയായ 16 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങൾ 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. കൂടാതെ 6 മാർക്കിന്റെ ചോദ്യങ്ങളും ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യങ്ങൾ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 16. സ്കെച്ച് ദ ക്യാരക്ടർ ഓഫ് മിസസ് പിയേഴ്സൺ. സ്കെച്ച് ദ ക്യാരക്ടർ ഓഫ് മിസസ് പിയേഴ്സൺ. മിസസ് പിയേഴ്സന്റെ കഥാപാത്ര നിരൂപണം നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ നോക്കാം. മിസസ് പിയേഴ്സൺ ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ പ്ലേ മദേഴ്സ് ഡേ ബൈ J.B. Priestley. At the beginning, she is a kind, soft-hearted and hard-working housewife. Her husband and children take her for granted and make her do all the household work. J.B. പ്രീസ്ലിയുടെ മദേഴ്സ് ഡേ എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രമാണ് മിസസ് പിയേഴ്സൺ. തുടക്കത്തിൽ അവർ ദയാലുവും മൃദുല ഹൃദയയും കഠിനാധ്വാനിയുമായ ഒരു വീട്ടമ്മയാണ്. ഭർത്താവും മക്കളും അവരെ ഒരു വീട്ടുജോലിക്കാരിയെ പോലെ കാണുകയും എല്ലാ വീട്ടുജോലികളും ചെയ്യിപ്പിച്ചിരുന്നു. After the advice of Mrs. Fitzgerald, Mrs. Pearson becomes confident and bold. She refuses to be treated like a servant. She teaches her family a lesson. She makes them realize her value and importance in the family. മിസ്സിസ് ഫിറ്റ്ജെറാൾഡിന്റെ ഉപദേശത്തിന് ശേഷം മിസ്സിസ് പിയേഴ്സണിന് ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടാകുന്നു. താൻ ഒരു ജോലിക്കാരിയല്ലെന്ന് കുടുംബത്തെ ബോധ്യപ്പെടുത്തുകയും അവരെ ഒരു നല്ല പാഠം പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതിലൂടെ കുടുംബാംഗങ്ങൾ അവരുടെ വിലയും പ്രാധാന്യവും തിരിച്ചറിയുന്നു. മിസസ് പിയേഴ്സൺ ഈസ് ലവിംഗ്, കെയറിംഗ്, ഹാർഡ് വർക്കിംഗ് ആൻഡ് സെൽഫ് റെസ്പെക്ടിംഗ്. ഷീ ചേഞ്ചസ് ഫ്രം എ ടിമിഡ് വുമൺ ഇൻ ടു എ സ്ട്രോങ് ആൻഡ് ഇൻഡിപെൻഡന്റ് പേഴ്സൺ. മിസസ് പിയേഴ്സൺ സ്നേഹവും കരുണയും കഠിനാധ്വാനിയുമായ സ്ത്രീയാണ്. ഭീരുവായ ഒരു വീട്ടമ്മയിൽ നിന്ന് ശക്തയും സ്വതന്ത്രയുമായ വ്യക്തിയായി അവർ മാറുന്നു. Question number 17. Write 4 warning message to create awareness about the dangers of drugs. മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് 4 വാർണിംഗ് മെസ്സേജുകൾ എഴുതുവാനാണ്. നോക്കാം. 1. Say no to drugs, save your life. Say no to drugs, save your life. അടുത്തത്, drugs destroy health, happiness and future. Drugs destroy health, happiness and future. അടുത്തത്, ബി സ്മാർട്ട്, ഡോണ്ട് സ്റ്റാർട്ട് ഡ്രഗ്സ്. ബി സ്മാർട്ട്, ഡോണ്ട് സ്റ്റാർട്ട് ഡ്രഗ്സ്. അടുത്തത്, ഡ്രഗ് അഡിക്ഷൻ കിൽസ് ഡ്രീംസ് ആൻഡ് ഫാമിലീസ്. ഡ്രഗ് അഡിക്ഷൻ കിൽസ് ഡ്രീംസ് ആൻഡ് ഫാമിലീസ്. ക്വസ്റ്റ്യൻ നമ്പർ 18. വൈ ഡിഡ് ദ ഓഥർ കൺസിഡർ ദ സെമിട്രി ദ ബ്രൈഡൽ റൂം ഓഫ് ഡെത്ത് ഇൻ ദ സ്റ്റോറി ദ ഗിഫ്റ്റ്? എന്തുകൊണ്ടാണ് കഥാകൃത്ത് ദ ഗിഫ്റ്റ് എന്ന കഥയിൽ സെമിത്തേരിയെ ബ്രൈഡൽ റൂം ഓഫ് ഡെത്ത് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ആൻസർ. ദ ഓഥർ കൺസിഡേർഡ് ദ സെമിട്രി ദ ബ്രൈഡൽ റൂം ഓഫ് ഡെത്ത് ബിക്കോസ് ഇറ്റ് വാസ് പീസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ പ്ലേസ് വെയർ ദ ഡെഡ് റെസ്റ്റഡ് ഫോർ എവർ. മരിച്ചവർ എന്നേക്കുമായി വിശ്രമിക്കുന്ന ശാന്തവും മനോഹരവുമായ സ്ഥലമായതിനാലാണ് എഴുത്തുകാരൻ ശ്മശാനത്തെ ബ്രൈഡൽ റൂം ഓഫ് ഡെത്ത് എന്ന് വിശേഷിപ്പിച്ചത്. The graves were decorated with flowers and the atmosphere was calm and sacred. ശവകുടീരങ്ങൾ പൂക്കളാൽ അലങ്കരിക്കപ്പെട്ടിരുന്നു. അവിടുത്തെ അന്തരീക്ഷം ശാന്തവും പവിത്രവുമായിരുന്നു. Just as a bridal room is prepared with care and beauty, the cemetery seemed to be a resting place lovingly prepared for the dead. ഒരു മണിയറ മനോഹരമായും ശ്രദ്ധയോടെയും ഒരുക്കുന്നത് പോലെ ശ്മശാനവും മരിച്ചവർക്കായി സ്നേഹപൂർവ്വം ഒരുക്കിയ വിശ്രമസ്ഥലമായി തോന്നി. Therefore, the author called it the bridal room of death.
അതുകൊണ്ടാണ് എഴുത്തുകാരൻ അതിനെ ബ്രൈഡൽ റൂം ഓഫ് ഡെത്ത് എന്ന് വിളിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 19. ഹു വാസ് മൈക്കിൾസ് കോച്ച് ആൻഡ് ഹൗ ഡിഡ് ഹി ട്രെയിൻ ഹിം? വാട്ട് വാസ് ഹിസ് പാഷൻ? ആരായിരുന്നു മൈക്കിളിന്റെ പരിശീലകൻ? അദ്ദേഹം മൈക്കിളിനെ എങ്ങനെ പരിശീലിപ്പിച്ചു? എന്തായിരുന്നു അവന് താല്പര്യം? ആൻസർ: മൈക്കിൾസ് കോച്ച് വാസ് ഹിസ് ഫാദർ ബെർട്ട് സ്റ്റോൺ. മൈക്കിളിന്റെ പരിശീലകൻ അദ്ദേഹത്തിന്റെ പിതാവായ ബെർട്ട് സ്റ്റോൺ ആയിരുന്നു. ഹി ട്രെയിൻ മൈക്കിൾ ഇൻ എ സ്ട്രിക്റ്റ് ആൻഡ് ഡിസിപ്ലിൻഡ് വേ ഫ്രം ദ ഏജ് ഓഫ് 14. 14 വയസ്സു മുതൽ അദ്ദേഹം മൈക്കിളിനെ കർശന അച്ചടക്കത്തോടെയും നിയന്ത്രണത്തോടെയും പരിശീലിപ്പിച്ചു. He followed a regular weightlifting program and worked out with weights every other day and did running exercise on alternate days. മൈക്കിൾ സ്ഥിരമായി ഭാരോദ്വഹന പരിശീലനം നടത്തി. ഒരു ദിവസം ഇടവിട്ട് ഭാരങ്ങൾ ഉപയോഗിച്ച് വ്യായാമം ചെയ്തു. മറ്റു ദിവസങ്ങളിൽ ഓട്ടപരിശീലനവും നടത്തി. ഹിസ് കോച്ച്, ട്രെയിനർ ആൻഡ് ഫാദർ ക്ലോസ്ലി സൂപ്പർവൈസ്ഡ് ഹിസ് ട്രെയിനിങ്. അദ്ദേഹത്തിന്റെ പരിശീലകനും ട്രെയിനറും പിതാവുമായ ബെർട്ട് സ്റ്റോൺ മൈക്കിളിന്റെ പരിശീലനം സൂക്ഷ്മമായി നിരീക്ഷിച്ചു. മൈക്കിൾസ് പാഷൻ വാസ് പോൾ വോൾട്ടിംഗ്. മൈക്കിളിന്റെ ഏറ്റവും വലിയ താല്പര്യം പോൾ വോൾട്ടിംഗ് ആയിരുന്നു. ഹി ഓൾവൈസ് ഡ്രീംഡ് ഓഫ് ഫ്ലൈയിങ് ഹൈ ആൻഡ് വർക്ക്ഡ് ഹാർഡ് ടു ബിക്കം എ ചാമ്പ്യൻ പോൾ വാൾട്ടർ. ഉയരങ്ങളിലേക്ക് പറന്നുയരുക എന്ന സ്വപ്നം അദ്ദേഹം എപ്പോഴും കണ്ടിരുന്നു. ഒരു ചാമ്പ്യൻ പോൾ വാൾട്ടർ ആകാൻ അദ്ദേഹം കഠിനമായി പരിശ്രമിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 20-25. Answer any 5 from the following. Each question carries 6 score. 20 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുവാനാണ്. ഓരോന്നിനും 6 സ്കോർ വീതമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 20. Write a critical appreciation of poem Travel. Write a critical appreciation of poem Travel. ട്രാവൽ എന്ന കവിതയ്ക്ക് നിരൂപണാസ്വാദനം എഴുതുക. ആൻസർ: Travel is a poem written by R.L. Stevenson. In this poem, the poet expressed his strong wish to travel to different parts of the world. ട്രാവൽ എന്ന കവിത R.L. സ്റ്റീവൻസൺ എഴുതിയതാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള തന്റെ ശക്തമായ ആഗ്രഹം ഈ കവിതയിൽ കവി പ്രകടിപ്പിക്കുന്നു. He dreams of seeing beautiful places, deserts, forests, rivers, cities and ancient lands. മനോഹരമായ സ്ഥലങ്ങളും മരുഭൂമികളും വനങ്ങളും നദികളും നഗരങ്ങളും പുരാതന ദേശങ്ങളും കാണണമെന്ന് അദ്ദേഹം സ്വപ്നം കാണുന്നു. The poet describes many interesting sights such as the Great Wall of China, the Nile River, jungles, bazaars and an old Egyptian city. ചൈനയുടെ വൻമതിൽ, നൈൽ നദി, വനങ്ങൾ, മാർക്കറ്റുകൾ, ഒരു പുരാതന ഈജിപ്ഷ്യൻ നഗരം തുടങ്ങിയ നിരവധി ആകർഷകമായ കാഴ്ചകൾ കവി വിവരിക്കുന്നു. These descriptions make the poem lively and attractive. The main theme of the poem is the love of travel and adventure. ഈ വിവരണങ്ങൾ കവിതയെ സജീവവും ആകർഷകവുമാക്കുന്നു. യാത്രയോടും സാഹസികതയോടുമുള്ള സ്നേഹമാണ് കവിതയുടെ പ്രധാന പ്രമേയം. The poet shows that traveling helps us learn about different places, people and cultures. യാത്ര വിവിധ സ്ഥലങ്ങളെയും ആളുകളെയും സംസ്കാരങ്ങളെയും കുറിച്ച് പഠിക്കാൻ സഹായിക്കുമെന്ന് കവി കാണിച്ചു തരുന്നു. The language is simple and musical, and the poem creates a feeling of wonder and excitement. കവിതയുടെ ഭാഷ ലളിതവും സംഗീതാത്മകവുമാണ്. അത് അത്ഭുതത്തിന്റെയും ആവേശത്തിന്റെയും വികാരം സൃഷ്ടിക്കുന്നു. Overall, Travel is an enjoyable poem that inspires readers to explore the world and appreciates its beauty. മൊത്തത്തിൽ ലോകം കാണാനും അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും വായനക്കാരെ പ്രചോദിപ്പിക്കുന്ന മനോഹരമായ കവിതയാണ് ട്രാവൽ. Question number 21. Write an email to your friend describing good manners, taking hints from J.C. Hill's lesson titled Good Manners. ജെ.സി. ഹില്ലിന്റെ ഗുഡ് മാനേഴ്സ് എന്ന പാഠത്തിൽ നിന്നുള്ള ആശയങ്ങൾ ഉൾപ്പെടുത്തി നല്ല പെരുമാറ്റശീലങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സുഹൃത്തിന് ഒരു ഇമെയിൽ എഴുതുക. ഇമെയിൽ തയ്യാറാക്കുമ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ചെയ്യുക.
അതിനായി ഇമെയിലിന്റെ ഫോർമാറ്റ് നല്ലതുപോലെ പഠിച്ചു വെക്കുക. ഫോർമാറ്റിന് മാത്രം 1-2 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ചോദ്യത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഇമെയിൽ തയ്യാറാക്കാം. ആദ്യം ഒരു കോളം വരയ്ക്കുക. അതിനുള്ളിൽ ഫ്രം എന്നുള്ളിടത്ത് അയക്കുന്നയാളുടെ ഇമെയിൽ ഐ ഡി ആണ് കൊടുക്കേണ്ടത്. ഇവിടെ abc@gmail.id എന്ന് കൊടുക്കാം. സ്ക്രീനിൽ കാണുന്നത് പോലെ ഇമെയിൽ ഐ ഡിയും സബ്ജക്റ്റും എല്ലാം പ്രത്യേകം ബോക്സിലാക്കി കൊടുക്കുവാൻ ശ്രമിക്കുക. ഇനി ഫ്രം എന്നുള്ളിടത്ത് ഇമെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം ടു എന്നുള്ളിടത്ത് നിങ്ങൾ ആർക്കാണോ മെയിൽ അയക്കുന്നത് അവരുടെ മെയിൽ ഐ ഡി കൊടുക്കുക. സുഹൃത്തിന് അയക്കുന്നത് കൊണ്ട് friend@gmail.com എന്ന് കൊടുക്കാം. അതിന് താഴെ CC എന്നും BCC എന്നും 2 കോളങ്ങൾ കൂടി നൽകുക. CC എന്നാൽ കാർബൺ കോപ്പി എന്നും BCC എന്നാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നുമാണ്. അതിന് താഴെ സബ്ജക്റ്റ് കൊടുക്കുക. ഇവിടെ സബ്ജക്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് മാനേഴ്സ് എന്ന് കൊടുക്കാം. നല്ല മര്യാദകളുടെ പ്രാധാന്യം. ഇനി മാറ്റർ എഴുതാം. ഡിയർ ഫ്രണ്ട്, ഹൗ ആർ യു? ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. I am writing this email to share a few thoughts about good manners. പ്രിയ സുഹൃത്തെ, സുഖമാണോ? നീ സുഖമായിരിക്കുന്നെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല മര്യാദകളെക്കുറിച്ചുള്ള ചില ആശയങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ഈ ഇമെയിൽ എഴുതുന്നത്. Good manners are very important in our daily life. According to J.C. Hill, we should be kind, polite and considerate towards others. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നല്ല മര്യാദകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ജെ.സി. ഹില്ലിന്റെ അഭിപ്രായത്തിൽ നമ്മൾ മറ്റുള്ളവരോട് ദയോടെയും വിനയത്തോടെയും പരിഗണനയോടെയും പെരുമാറണം. We must respect elders, help people in need and speak politely. We should also listen carefully when others speak and avoid hurting their feelings. നാം മുതിർന്നവരെ ബഹുമാനിക്കുകയും ആവശ്യമുള്ളവരെ സഹായിക്കുകയും വിനയപൂർവ്വം സംസാരിക്കുകയും വേണം. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുകയും അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നത് ഒഴിവാക്കുകയും വേണം. ഗുഡ് മാനേഴ്സ് ഹെൽപ്പ് us ബിൽഡ് ഗുഡ് റിലേഷൻഷിപ്സ് ആൻഡ് മേക്ക് സൊസൈറ്റി എ ബെറ്റർ പ്ലേസ്. നല്ല മര്യാദകൾ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കുകയും സമൂഹത്തെ കൂടുതൽ നല്ലതാക്കുകയും ചെയ്യുന്നു. They show our character and earn us the respect of others. Let us try to practice good manners every day and become responsible citizens. അവ നമ്മുടെ സ്വഭാവ ഗുണങ്ങളെ പ്രകടമാക്കുകയും മറ്റുള്ളവരുടെ ബഹുമാനം നേടിത്തരികയും ചെയ്യുന്നു. നമുക്ക് എല്ലാ ദിവസവും നല്ല മര്യാദകൾ പാലിക്കാൻ ശ്രമിക്കുകയും ഉത്തരവാദിത്തമുള്ള പൗരന്മാരാകുകയും ചെയ്യാം. അതിന് താഴെ യുവേഴ്സ് ലവിംഗ്ലി എന്നെഴുതിയതിനു ശേഷം അയക്കുന്നയാളുടെ പേര് താഴെ എഴുതുക. ഈ ഒരു രീതിയിൽ വേണം ഇമെയിൽ തയ്യാറാക്കാൻ. Question number 22. Write an article on sustainable development and environmental protection for publication in the Observer magazine. സുസ്ഥിര വികസനവും പരിസ്ഥിതി സംരക്ഷണവും എന്ന വിഷയത്തെക്കുറിച്ച് ദ ഒബ്സർവർ മാസികയിൽ പ്രസിദ്ധീകരിക്കുന്നതിനായി ഒരു ലേഖനം എഴുതുക. ആൻസർ നോക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്ന ഹെഡിങ് കൊടുക്കുക. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് ദ പ്രസന്റ് ജനറേഷൻ വിത്തൗട്ട് അഫക്റ്റിംഗ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. ഭാവി തലമുറകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള കഴിവിനെ ബാധിക്കാതെ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന പ്രക്രിയയാണ് സുസ്ഥിര വികസനം. Environmental protection plays a vital role in achieving sustainable development. Today, our environment faces many challenges such as pollution, deforestation, global warming, and loss of biodiversity. സുസ്ഥിര വികസനം കൈവരിക്കുന്നതിൽ പരിസ്ഥിതി സംരക്ഷണം നിർണായക പങ്കുവഹിക്കുന്നു. ഇന്ന് നമ്മുടെ പരിസ്ഥിതി മലിനീകരണം, വനനശീകരണം, ആഗോളതാപനം, ജൈവ വൈവിധ്യ നഷ്ടം തുടങ്ങിയ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. Therefore, it's our responsibility to protect nature and use resources wisely. അതിനാൽ പ്രകൃതിയെ സംരക്ഷിക്കുകയും വിഭവങ്ങൾ വിവേകത്തോടെ ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. We can achieve sustainable development by conserving natural resources, reduce waste, recycling material and using renewable energy sources like solar and wind power. പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുക, മാലിന്യങ്ങൾ കുറയ്ക്കുക, പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുക, സൗരോർജവും കാറ്റിൽ നിന്നുള്ള വൈദ്യുതി പോലെയുള്ള പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ഉപയോഗിക്കുക എന്നിവയിലൂടെ സുസ്ഥിര വികസനം കൈവരിക്കാം. Governments
Industries and citizens must work together to protect the environment. Public awareness and eco-friendly practices can help create a cleaner and greener world. പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ സർക്കാരും വ്യവസായ സ്ഥാപനങ്ങളും പൗരന്മാരും ഒരുമിച്ച് പ്രവർത്തിക്കണം. പൊതുജന ബോധവൽക്കരണവും പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളും കൂടുതൽ ശുചിത്വവും ഹരിതാഭവുമായ ലോകം സൃഷ്ടിക്കാൻ സഹായിക്കും. In conclusion, sustainable development and environmental protection are closely connected. By adopting sustainable practices today, we can ensure a healthy and prosperous future for the coming generation. ചുരുക്കത്തിൽ സുസ്ഥിര വികസനവും പരിസ്ഥിതി സംരക്ഷണവും പരസ്പരം ബന്ധപ്പെട്ടവയാണ്. ഇന്ന് സുസ്ഥിരമായ രീതികൾ സ്വീകരിക്കുന്നതിലൂടെ വരും തലമുറകൾക്ക് ആരോഗ്യകരവും സമൃദ്ധവുമായ ഭാവി ഉറപ്പാക്കാൻ കഴിയും. Question number 23. Write a blog post describing Maurice Herzog's mountaineering experiences. He described them in the lesson The Avalanche. The Avalanche എന്ന പാഠത്തിൽ മൗറിസ് ഹെർസോഗ് വിവരിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ പർവ്വതാരോഹണ അനുഭവങ്ങളെ വിവരിച്ച് ഒരു ബ്ലോഗ് പോസ്റ്റ് തയ്യാറാക്കുക. ആൻസർ: മൗറിസ് ഹെർസോഗ്സ് മൗണ്ടനിയറിംഗ് എക്സ്പീരിയൻസ് ഇൻ ദ അവലാഞ്ച്. ദ അവലാഞ്ച് എന്ന പാഠത്തിലെ മൗറിസ് ഹെർസോഗിന്റെ പർവ്വതാരോഹണ അനുഭവം. മൗറിസ് ഹെർസോഗ് ഫൈറ്റ് ഫോർ സർവൈവൽ. മൗറിസ് ഹെർസോഗിന്റെ അതിജീവന പോരാട്ടം. മൗണ്ടനിയറിംഗ് ഡിമാൻഡ്സ് കറേജ്, എൻഡ്യൂറൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ. പർവ്വതാരോഹണത്തിന് ധൈര്യവും സഹനശക്തിയും ദൃഢനിശ്ചയവും ആവശ്യമാണ്. ഇൻ ദ അവലാഞ്ച്, മൗറിസ് ഹെർസോഗ് ഡിസ്ക്രൈബ് എ ടെറിഫയിങ് എക്സ്പീരിയൻസ് ഡ്യൂറിങ് എ ഹിമാലയൻ എക്സ്പെഡിഷൻ. ദ അവലാഞ്ച് എന്ന പാഠത്തിൽ ഹിമാലയ യാത്രയിലെ ഭയാനകമായ ഒരു അനുഭവം മൗറിസ് ഹെർസോഗ് വിവരിക്കുന്നു. While descending the mountain, he and his companions suffered from frostbite, snow blindness and extreme exhaustion. മല ഇറങ്ങുന്നതിനിടെ അദ്ദേഹത്തിനും കൂട്ടുകാർക്കും മഞ്ഞുമൂലമുള്ള മുറിവ്, കാഴ്ചക്കുറവ്, കടുത്ത ക്ഷീണം എന്നിവ അനുഭവപ്പെട്ടു. Suddenly a huge avalanche struck and swept Herzog into a deep crevasse. പെട്ടെന്ന് ഒരു വലിയ ഹിമപാതമുണ്ടായി. അത് ഹെർസോഗിനെ ആഴമുള്ള ഹിമപരപ്പിലുള്ള വിള്ളലിലേക്ക് തള്ളിയിട്ടു. Fortunately, the rope connecting him to the Sherpas saved his life. ഭാഗ്യവശാൽ ഷെർപ്പമാരുമായി ബന്ധിപ്പിച്ചിരുന്ന കയർ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചു. Despite severe injuries and pain, he struggled to survive. ഗുരുതരമായ പരിക്കുകളും വേദനയും ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ജീവൻ നിലനിർത്താൻ പോരാടി. His loyal Sherpas, Alia and Sarki, rescued him and helped him reach the camp safely. അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ ഷെർപ്പമാരായ ആലിയും സർക്കിയും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി സുരക്ഷിതമായി ക്യാമ്പിലെത്താൻ സഹായിച്ചു. ഹെർസോഗ്സ് എക്സ്പീരിയൻസ് ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കറേജ്, ടീം വർക്ക് ആൻഡ് പെർസീവറൻസ്. ഹെർസോഗിന്റെ അനുഭവം ധൈര്യത്തിന്റെയും കൂട്ടായ പ്രവർത്തനത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. His survival story remains an inspiring example of human determination in the face of danger. അപകടങ്ങളെ നേരിടുമ്പോഴുള്ള മനുഷ്യന്റെ ദൃഢനിശ്ചയത്തിന്റെ പ്രചോദനാത്മകമായ ഉദാഹരണമായി അദ്ദേഹത്തിന്റെ അതിജീവന കഥ നിലനിൽക്കുന്നു. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിന്റെ തുടർന്നുള്ള ചോദ്യോത്തരങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ്. കൂടാതെ അക്ഷരകേരളി പരീക്ഷാ പതിപ്പിലെ മറ്റു വിഷയങ്ങളുടെയും മാതൃകാ ചോദ്യപേപ്പറുകൾ ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.